ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. മുനമ്പത്തേത് മനുഷ്യാവകാശ ധ്വംസനം, മതസ്പർദ്ധ വളർത്തുന്ന പ്രശ്നമാകരുത്. കൊച്ചി വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് മുനമ്പത്ത് നടക്കുന്നത് മനുഷ്യാവകാശ ധ്വംസനമാണെന്നും എന്നാൽ ഇത് മതസ്പർദ്ധ വളർത്തുന്ന പ്രശ്നമാകരുതെന്ന് തനിക്ക് നിർബന്ധമുണ്ടെന്നും വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പ്രശ്നപരിഹാരത്തിന് സർക്കാർ കമ്മീഷനെ നിയോഗിച്ചിട്ടുണ്ട്. ഉപകാരപ്രദമായ തീരുമാനമുണ്ടാകുമെന്നാണ് തന്റെ പ്രതീക്ഷയും പ്രാർത്ഥനയുമെന്നും ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പറഞ്ഞു. വരാപ്പുഴ അതിരൂപത സംഘടിപ്പിക്കുന്ന ക്രിസ്മസ് ആഘോഷ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുനമ്പത്തെ മനുഷ്യർക്ക് നീതിയും സമാധാനവും ഉണ്ടാകണം. സമരപ്പന്തലിൽ കഴിയുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അവരുടെ ഭൂമിയിൽ റവന്യൂ അവകാശം ലഭിക്കണം. അവർക്ക് നീതി ലഭിക്കും വരെ താൻ കൂടെയുണ്ടാകുമെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു. മുനമ്പം പ്രശ്നപരിഹാരത്തിനു സർക്കാർ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിനു പുറത്ത് ഒത്തുതീർപ്പ് ചർച്ച നടത്താൻ സാധ്യത കാണുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുനമ്പത്ത് സമരം ചെയ്യുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരാപ്പുഴ അതിരൂപതയുടെയും കോട്ടപ്പുറം അതിരൂപതയുടെയും നേതൃത്വത്തിൽ 2025 ജനുവരി 5 മനുഷ്യച്ചങ്ങല നടത്താനും അതിരൂപത തീരുമാനിച്ചു. വൈകിട്ട് 4 മണി മുതൽ ഫോർട്ട് വൈപ്പിൻ മുതൽ മുനമ്പം വരെയുള്ള 27 കിലോമീറ്ററാണ് മനുഷ്യച്ചങ്ങല. 25,000-ത്തിലധികം ഇടവകാംഗങ്ങൾ ഇതിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മനുഷ്യച്ചങ്ങലയുടെ സംഘാടക സമിതി വ്യക്തമാക്കി. വീട്ടിൽ കയറി കൊല്ലും, കേട്ടാൽ അറയ്ക്കുന്ന തെറി, വീഡിയോ കാണരുതെന്ന് പറഞ്ഞ അധ്യാപകന് നേരെ ഷുഹൈബ്. കോഴിക്കോട് MS സൊല്യൂഷൻസ് ഉടമ ഷുഹൈബ് അധ്യാപകനെ വീട്ടിൽ കയറി കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ശബ്ദസന്ദേശം പുറത്തു. ചോദ്യക്കടലാസ് ചോർത്തിയെന്ന ആരോപണം നേരിടുന്നതിനിടെയാണ് ഷുഹൈബ് തെറിവിളിക്കുന്ന ഓഡിയോ സന്ദേശം പുറത്തുവന്നത്. MS സൊല്യൂഷൻസ് ചോദ്യക്കടലാസ് ചോർത്തുന്നുണ്ടെന്നും MS സൊല്യൂഷൻസിന്റെ വീഡിയോ കാണരുതെന്ന് വിദ്യാർത്ഥികളോട് പറഞ്ഞെന്നും ആരോപിച്ചാണ് ഷുഹൈബ് അധ്യാപകനെ തെറിവിളിക്കുന്നത്. വീട് എവിടെയാണെന്നും വീട്ടിനുള്ളിൽ കയറി കൊല്ലുമെന്നും ഷുഹൈബ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ചോദ്യക്കടലാസ് ചോർത്തിയെന്ന് പറഞ്ഞിട്ടില്ലെന്നും MS സൊല്യൂഷൻസിൽ വരുന്ന ചോദ്യം മാത്രം നോക്കിയാൽ പൊതുപരീക്ഷയ്ക്ക് ആ ചോദ്യങ്ങൾ വരണമെന്നില്ലെന്നുമാണ് പറഞ്ഞതെന്നും അധ്യാപകൻ മറുപടി പറയുന്നു. കേട്ടാൽ അറയ്ക്കുന്ന തെറിയാണ് ഷുഹൈബ് അധ്യാപകനെ വിളിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഫെബ്രുവരി 23 അധ്യാപകൻ കൊടുവള്ളി പോലീസിൽ പരാതി നൽകിയെന്നാണ് അറിയിച്ചത്. എന്നാൽ അധ്യാപകനിൽ നിന്ന് പരാതി ലഭിച്ചിട്ടില്ലെന്ന് കൊടുവള്ളി പോലീസ് CI അറിയിച്ചു. MPക്ക് ബാഗുകൾ വളരെ ഇഷ്ടം. പ്രിയങ്കയ്ക്ക് 1984 എന്നെഴുതിയ ബാഗ് സമ്മാനിച്ച് BJP MP. ന്യൂഡൽഹി കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധിക്ക് 1984 എന്നെഴുതിയ ബാഗ് സമ്മാനിച്ച് BJP MP അപരാജിത സാരംഗി. ചുവന്ന നിറത്തിൽ രേഖപ്പെടുത്തിയ സംഖ്യകളിൽ നിന്ന് രക്തമിറ്റ് വീഴുന്നത് പോലെയാണ് 1984 എഴുതിയിരിക്കുന്നത്. 1984 ഉണ്ടായ സിഖ് വിരുദ്ധ കലാപത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രിയങ്കയ്ക്ക് ബാഗ് നൽകി BJP MP പ്രതിഷേധിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് കോൺഗ്രസ് എന്തെല്ലാമാണ് ചെയ്തിട്ടുള്ളതെന്ന് പുതുതലമുറ ഓർക്കണമെന്നും അതിനുവേണ്ടിയാണ് പ്രിയങ്കയ്ക്ക് താൻ ബാഗ് സമ്മാനിച്ചതെന്നും അപരാജിത പറഞ്ഞു. ബഹുമാനപ്പെട്ട MPക്ക് ബാഗുകൾ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനും അവർക്കൊന്ന് സമ്മാനിച്ചു. സ്വീകരിക്കാൻ ആദ്യം അവർ വിസമ്മതിച്ചെങ്കിലും അവർ പിന്നീടത് കൈപ്പറ്റി, അപരാജിത പറഞ്ഞു. ശീതകാല സമ്മേളനത്തിൽ പലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് തണ്ണിമത്തന്റെ പടമുള്ള ബാഗും ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ ആക്രമണങ്ങളോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയ ബാഗും ധരിച്ച് പ്രിയങ്ക പാർലമെന്റിൽ എത്തിയിരുന്നു. വിചാരണ ആരംഭിക്കാൻ വൈകുന്നതുണ്ട്. അഭിമന്യു കൊലപാതക കേസിൽ റിപ്പോർട്ട് തേടി ഹൈക്കോടതി. കൊച്ചി മഹാരാജാസ് കോളേജിലെ SFI നേതാവായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ ആരംഭിക്കാൻ വൈകുന്ന കാര്യത്തിൽ റിപ്പോർട്ട് തേടി ഹൈക്കോടതി. വിചാരണ ആരംഭിക്കാത്തത് ചോദ്യം ചെയ്ത് അഭിമന്യുവിന്റെ അമ്മ ഭൂപതി നൽകിയ ഹർജിയിലാണ് കോടതി നടപടി. റിപ്പോർട്ട് നൽകാൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്കു ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് നിർദ്ദേശം നൽകി. കേസ് വീണ്ടും ജനുവരി 17 പരിഗണിക്കും. SFI ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന അഭിമന്യു എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് 2018 ജൂലൈ 2 കൊല്ലപ്പെട്ടത്. ചുമരെഴുത്തുമായി ബന്ധപ്പെട്ട് ക്യാമ്പസിൽ നിലനിന്നിരുന്ന തർക്കത്തിനു പിന്നാലെ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് കേസ്. കോളേജിലെ പ്രവേശനോത്സവത്തിന് തലേന്ന് അഭിമന്യുവിനെ കിട്ടുകയായിരുന്നു. 16 പ്രതികളും 125 സാക്ഷികളുമാണ് കേസിലുള്ളത്. തുടർന്ന് 2018 സെപ്റ്റംബർ 26 കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും ഇതുവരെ വിചാരണ ആരംഭിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അഭിമന്യുവിന്റെ മാതാവ് ഹൈക്കോടതിയെ സമീപിച്ചത്. വിചാരണ കഴിഞ്ഞ വർഷം അവസാനം ആരംഭിക്കാനിരിക്കെ കുറ്റപത്രമടക്കമുള്ള പ്രധാന രേഖകൾ വിചാരണക്കോടതിയിൽ നിന്ന് നഷ്ടമായിരുന്നു. തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പ്രോസിക്യൂഷൻ പുനഃസൃഷ്ടിച്ച രേഖകൾ കോടതിയിൽ സമർപ്പിച്ചു. കേസിലെ നിർണായക സാക്ഷികളായ 25 പേർ മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥികളാണ്. ഇവരിൽ പലരും മറ്റു ജില്ലകളിൽ നിന്നുള്ളവരാണ്. എല്ലാവരും തന്നെ പഠനം പൂർത്തിയാക്കി കോളേജ് വിട്ടു. ഉപരിപഠനത്തിനും ജോലിക്കുമായി ചിലർ വിദേശത്തേക്കും പോയി. ഇവരെ കണ്ടെത്തി സമൻസ് നൽകാൻ പോലും ബുദ്ധിമുട്ടാണ്. കേസിലാകെ 125 സാക്ഷികളുണ്ട്. ഇവരിൽ പലരെയും സ്വാധീനിക്കാൻ പ്രതിഭാഗം ശ്രമിക്കുന്നതായി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തെങ്കിലും പോലീസ് നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെയാണ് വിചാരണക്കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് അഭിമന്യു വധക്കേസിന്റെ കുറ്റപത്രം അടക്കമുള്ള 11 പ്രധാന രേഖകൾ മോഷണം പോയ സംഭവം റിപ്പോർട്ട് ചെയ്തത്. നഷ്ടപ്പെട്ട രേഖകൾ ഹൈക്കോടതിയുടെ അനുമതിയോടെ പ്രോസിക്യൂഷൻ പുനർനിർമ്മിച്ചിരുന്നു.
കുഞ്ഞു ഷഫീഖിനു ക്രൂരപീഡനം, പിതാവിന് 7 വർഷവും രണ്ടാനമ്മയ്ക്ക് 10 വർഷവും തടവ്. തൊടുപുഴ കുമളിയിൽ 4.5 വയസ്സുകാരൻ ഷഫീഖിനെ പിതാവും രണ്ടാനമ്മയും ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച് കോടതി. ഷഫീഖിന്റെ പിതാവ് ഉപ്പുതറ ചപ്പാത്തുകര ഷെരീഫിന് 7 വർഷം തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ഷെരീഫിന് 1,00,000 രൂപ പിഴയും ചുമത്തി. ഷെരീഫിന്റെ ഭാര്യയും കേസിലെ രണ്ടാം പ്രതിയുമായ അനീഷയ്ക്ക് 10 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചു. ഷെരീഫിന്റെ രണ്ടാം ഭാര്യ അനീഷ ഷഫീഖിനെ ഒഴിവാക്കണമെന്ന ഉദ്ദേശത്തോടെ പീഡിപ്പിച്ചെന്നാണ് കേസ്. സംഭവം നടന്ന് 11 വർഷങ്ങൾക്ക് ശേഷമാണ് ഇടുക്കി 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേസിൽ ശിക്ഷ വിധിച്ചത്. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു. കൊലപാതകത്തിന് ദുർമന്ത്രവാദവുമായി ബന്ധമില്ല. അനീഷയുമായി മന്ത്രിവാദി നൌഷാദ് ബന്ധം സ്ഥാപിച്ചത് ബാധ ഒഴിപ്പിക്കാന പേരിൽ കൊച്ചി കോതമംഗലത്ത് 6 വയസ്സുകാരി മുസ്കാനെ കൊലപ്പെടുത്തിയതിന് ദുർമന്ത്രവാദവുമായി ബന്ധമില്ലെന്ന് സ്ഥിരീകരിച്ച് പോലീസ്. കോതമംഗലം സ്വദേശിയായ മന്ത്രവാദി നൌഷാദിന്റെ സ്വാധീനത്തിലല്ല കൊലപാതകം നടന്നതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. സ്വന്തം കുട്ടിയല്ലാത്തതിനാൽ ഒഴിവാക്കാൻ തന്നെയായിരുന്നു രണ്ടാനമ്മയായ അനീഷ കൃത്യം നടത്തിയത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കോതമംഗലം സ്വദേശിയായ മന്ത്രവാദി നൌഷാദും കുട്ടിയെ കൊലപ്പെടുത്തിയ രണ്ടാനമ്മയും തമ്മിൽ ബന്ധമുണ്ടെന്ന സംശയമാണ് ദുർമന്ത്രവാദത്തിന്റെ ഭാഗമായുള്ള കൊലപാതകമെന്ന നിഗമനത്തിലേക്ക് നയിച്ചത്. തുടർന്ന് നൌഷാദിനെ പോലീസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. ബാധ ഒഴിപ്പിക്കാൻ എന്ന പേരിലായിരുന്നു അനീഷയുമായി നൌഷാദ് ബന്ധം സ്ഥാപിച്ചത്. എന്നാൽ കുട്ടിയെ കൊലപ്പെടുത്തിയതിൽ ഇയാളുടെ ഇടപെടലില്ലെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയായിരുന്നു. സ്വന്തം കുട്ടിയല്ലാത്തതിനാൽ ഒഴിവാക്കാൻ തന്നെയായിരുന്നു കൊലപാതകം. അനീഷയുടെ അറസ്റ്റ് ഇന്നലെ പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഉച്ചയോടെ പ്രതിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വ്യാഴാഴ്ച രാവിലെയാണ് കോതമംഗലം നെല്ലിക്കുഴിയിൽ അതിഥി തൊഴിലാളിയുടെ 6 വയസ്സുള്ള മകൾ മുസ്കാനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുട്ടിയുടെ പിതാവ് ഉത്തർപ്രദേശുകാരനായ അജാസ് ഖാനും രണ്ടാനമ്മയും സഹോദരിയുമാണ് വീട്ടിലുണ്ടായിരുന്നത്. തലേന്ന് രാത്രിയിൽ പിതാവ് പുറത്തുപോയ സമയത്ത് രണ്ടാനമ്മ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. രാത്രിയിൽ ഭക്ഷണം കഴിച്ചു ഉറങ്ങിയ കുട്ടി പിന്നീട് എഴുന്നേറ്റിട്ടില്ലെന്നാണ് രക്ഷിതാക്കൾ ആദ്യം പോലീസിന് നൽകിയ മൊഴി. പോസ്റ്റ്മോർട്ടത്തിലാണ് കുട്ടിയുടെ മരണം കൊലപാതകമെന്ന് വ്യക്തമായത്. തുടർന്ന് ഇരുവരെയും ചോദ്യം ചെയ്ത ശേഷമാണ് അനീഷയാണ് കൊല നടത്തിയതെന്ന് മനസ്സിലാക്കിയത്. ആദ്യ ഭാര്യ പിണങ്ങിപ്പോയതിനു ശേഷം മാസങ്ങൾക്ക് മുൻപാണ് അജാസ് ഖാൻ UP സ്വദേശിയായ അനീഷയെ വിവാഹം കഴിച്ച് നെല്ലിക്കുഴിയിലേക്ക് കൊണ്ടുവന്നത്. മകനെ കുടുക്കാന് കടയിൽ കഞ്ചാവ് വെച്ചു, പിതാവ് അറസ്റ്റില്. മാനന്തവാടി മകനെ കഞ്ചാവ് കേസിൽ കുടുക്കാൻ ശ്രമിച്ച പിതാവ് അറസ്റ്റില്. മാനന്തവാടി ചെറ്റപ്പാലം പുത്തന്തറ വീട്ടിൽ P. അബൂബക്കറാണ് 67 അറസ്റ്റിലായത്. വൈരാഗ്യത്തിന്റെ പേരിലാണ് മറ്റുള്ളവരുടെ സഹായത്തോടെ അബൂബക്കര് മകന്റെ കടയിൽ കഞ്ചാവ് വെച്ചത്. തുടർന്ന് എക്സൈസിന് വിവരം അറിയിക്കുകയായിരുന്നു. സെപ്റ്റംബർ 6-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. മാനന്തവാടി മൈസൂരു റോഡിലാണ് അബൂബക്കറിന്റെ മകന് നൌഫലിന്റെ സ്ഥാപനമുള്ളത്. നൌഫല് പള്ളിയിൽ നിസ്കരിക്കാൻ പോയ സമയത്ത് മറ്റുള്ളവരുടെ സഹായത്തോടെ കടയിൽ കഞ്ചാവ് വെക്കുകയായിരുന്നു. തുടർന്ന് അബൂബക്കർ തന്നെ എക്സൈസിൽ വിളിച്ച് വിവരം നൽകി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ 2 ഗ്രാം കഞ്ചാവാണ് പിടിച്ചെടുത്തത്. പിന്നാലെ നൌഫലിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് നൌഫലിന്റെ നിരപരാധിത്വം വ്യക്തമായത്. തുടർന്ന് കസ്റ്റഡിയിലെടുത്ത അന്ന് തന്നെ നൌഫലിന് ജാമ്യം നൽകുകയും ചെയ്തു. പിന്നീടുള്ള അന്വേഷണത്തിലാണ് സംഭവത്തില് അബൂബക്കറിന്റെ പങ്ക് വ്യക്തമായത്. അബൂബക്കറിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന കർണാടക സ്വദേശിയും ഓട്ടോ ഡ്രൈവറായ ജിനിസ് വർഗീസും അബ്ദുള്ള എന്നയാളുമാണ് അബൂബക്കറിനെ സഹായിച്ചത്. കർണാടകയിൽ നിന്നായിരുന്നു സംഘം കഞ്ചാവ് എത്തിച്ചത്. കഞ്ചാവ് കൊണ്ടുവരാന് സഹായം നൽകിയ ജിൻസിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തിരുന്നു. അബൂബക്കറിനെ മുഖ്യപ്രതിയാക്കിയാണ് എക്സൈസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ അബൂബക്കറിനെ റിമാൻഡ് ചെയ്തു. ക്രിസ്തുമസ് മുന്നോടിയായി ടൗൺ കരോൾ ഇന്ന് വൈകിട്ട് കോടഞ്ചേരി താരക നിലാവിൽ മുഖ്യാതിഥിയായി സാന്ദ്ര ഇന്ന് വൈകിട്ട് കോടഞ്ചേരിയിലെത്തും. ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് ഇതോടെ തുടക്കമാവും. KC വായയം അണിയിച്ചൊരുക്കുന്ന താരകനിലാവ് ടൗൺ കരോൾ ഇന്ന് വൈകിട്ട് കോടഞ്ചേരി ടൗണിന് പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് നടക്കും. വൈകിട്ട് 5-ന് ദേവാലയത്തിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയെ തുടർന്ന് പള്ളി അങ്കണത്തിൽ നിന്നും കരോൾ ആരംഭിക്കും. വാദ്യമേളങ്ങൾ, കരോൾ ഗീതങ്ങൾ, ഫ്ലാഷ് മോബ്, കുട്ടികളുടെ കലാപരിപാടികൾ, നിശ്ചല ദൃശ്യങ്ങൾ, അലങ്കാര ദീപങ്ങൾ, സാന്താക്ലോസ്, ആകാശവിസ്മയം എന്നിവയുടെ അകമ്പടിയോടെ നടക്കുന്ന ടൗൺ കരോളിൽ ഇടവകാജനം ഒന്നാകെ പങ്കെടുക്കും. വലിയ കൊല്ലിയിൽ ടൗൺ കരോൾ 23-ന്. കോടഞ്ചേരി വലിയ കൊല്ലി വിശുദ്ധ അൽഫോൺസ ദേവാലയത്തിലെ യുവജന സംഘടനയായ KC വായമ്മും സമുദായ സംഘടനയായ AKCCയും സംയുക്തമായി നടത്തപ്പെടുന്ന ടൗൺ കരോൾ ഗാനങ്ങൾ 23-ന് നടക്കും. ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച് പുലിക്കയം, നെല്ലിക്കുയിൽ, വലിയ കൊല്ലി, തോട്ടുമൊഴി, മുറമ്പാത്തി എന്നീ ഇടവക അതിർത്തി ടൗണിലൂടെ ചുറ്റിസഞ്ചരിച്ച് ഇടവക വാർഡിലൂടെ കടന്ന് തിരിച്ച് ദേവാലയത്തിൽ എത്തിച്ചേരുന്നു. ശ്രേയസ് പുലിക്കയം യൂണിറ്റ് കുടുംബസംഗമവും ക്രിസ്മസ് ആഘോഷവും നാളെ. കോടഞ്ചേരി ബത്തേരി രൂപത ശ്രേയസ് കോഴിക്കോട് മേഖല പുലിക്കയം യൂണിറ്റ് കുടുംബസംഗമവും ക്രിസ്മസ് ആഘോഷവും നാളെ ശ്രേയസിന്റെ പുലിക്കയം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കും. ശ്രേയസിന്റെ 43 സംഘങ്ങളിൽ നിന്നായി നിരവധി പേർ പങ്കെടുക്കുന്ന പരിപാടിയോടനുബന്ധിച്ച് കരോൾ ഗാനമത്സരവും അരങ്ങേറും.
രാവിലെ 10 മണി മുതൽ ആരംഭിക്കുന്ന പരിപാടി കോഴിക്കോട് മേഖല ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ തോമസ് മണ്ണിത്തോട്ടം ഉദ്ഘാടനം ചെയ്യും. കോടഞ്ചേരി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ സാജു അബ്രഹാം മുഖ്യാതിഥിയായിരിക്കും. പുല്ലൂരാമ്പാറ, പൊന്നാങ്കയം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ഖത്തർ തിരുവമ്പാടി വെൽഫെയർ കമ്മിറ്റി അഗ്നിശമന ഉപകരണങ്ങൾ സംഭാവന നൽകി. തിരുവമ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലെ പുല്ലൂരാമ്പാറ, പൊന്നാങ്കയം ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് ഖത്തർ തിരുവമ്പാടി വെൽഫെയർ കമ്മിറ്റി അഗ്നിശമന ഉപകരണങ്ങൾ സംഭാവന നൽകി. തിരുവമ്പാടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ ഉപകരണങ്ങൾ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ.വി. പ്രിയയ്ക്ക് കൈമാറി. ഖത്തർ തിരുവമ്പാടി വെൽഫെയർ കമ്മിറ്റി QTWC ജനറൽ സെക്രട്ടറി PM മുജീബ് റഹ്മാൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA അബ്ദുറഹിമാൻ, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ റംല ചോലക്കൽ, രാജു അമ്പലത്തിങ്ങൽ, വാർഡ് മെമ്പർ KA മുഹമ്മദ് അലി, ഹെൽത്ത് ഇൻസ്പെക്ടർ M. സുനീർ, നഴ്സിംഗ് ഓഫീസർ P. ദീപ, ആശുപത്രി വികസന സമിതി അംഗങ്ങളായ PM കോയ, PET ഹാരിസ്, മറിയാമ്മ ബാബു, HA ശോഭന സിഡി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുളിരാമുത്തി ഉമ്മപ്പാട്ട് ലേസിന്റെ ഭാര്യ ടെൽമി 41 നിര്യാതയായി. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പറായിരുന്നു. പരേത കാർക്കുള കാരക്കാട്ട് കുടുംബാംഗമാണ്. സംസ്കാരം നാളെ 2024 ഡിസംബർ 21 ശനിയാഴ്ച രാവിലെ 9 മണിക്ക് കുളിരാമുട്ടി മാസ്ലീവ പള്ളി സെമിത്തേരിയിൽ. മകൻ പോൾ ലേസൺ, നഴ്സിംഗ് വിദ്യാർത്ഥി, മംഗലാപുരം. സഹോദരൻ ടോണി അബ്രഹാം, കാർക്കള. കോടഞ്ചേരി തോട്ടമൊഴി തോണിപ്പാറ ശോശാമ്മ ജോസഫ് 81 നിര്യാതയായി. പരേത തിരുവമ്പാടി പുളിയിലക്കാട്ട് കുടുംബാംഗം. ഭൗതികദേഹം തിരുവമ്പാടി കക്കുണ്ടിലുള്ള മരുമകൻ മനോജ് ഫ്രാൻസിസിന്റെ ഭവനത്തിൽ. സംസ്കാരം നാളെ ശനി 2024 ഡിസംബർ 21 ഉച്ചകഴിഞ്ഞ് 2:30 തിരുവമ്പാടി സെക്രട്ടറി ഹാൾ ഫൊറോന പള്ളിയിൽ. ഭർത്താവ് റിട്ടയർ അധ്യാപകൻ പരേതനായ തോണിപ്പാറ ETC ജോസഫ്. മക്കൾ ലൗലി കക്കയം, ലീജി ബഹറിൻ, ലീന ഖത്തർ, ലിൻസി UK, ലെക്സി കോഴിക്കോട്, ലിറ്റി തിരുവമ്പാടി, ലിസ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പുല്ലുരാമ്പാറ. മരുമക്കൾ ആൻഡ്രൂസ് കട്ടിക്കാനായിൽ, കക്കയം, കുറുവച്ചൻ കളത്തൂർ, ബഹറിൻ, ജെയിംസ് നെല്ലരിയിൽ, ഖത്തർ, ബേബി കുരുവിള ഈറ്റത്തോട്, UK, ജോസി മടത്തിപ്പറിൽ, കോഴിക്കോട് മനോജ് ഫ്രാൻസിസ് കൂട്ടുങ്കൽ, തിരുവമ്പാടി ബിജിസ് കറിയ മണിയങ്ങാട്ട്, പുല്ലുരാമ്പാറ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.